ചൂടാവും, അപ്പൊ ചൂടാവും. ഇഷ്ടമായില്ല എന്ന് പറയും. ഞാൻ പറയാം എനിക്കിഷ്ടമായില്ല, ഞാൻ സോറി എനിക്കിഷ്ടമായില്ല, അത് പ്രശ്നം അല്ല. അങ്ങനെ പ്രശ്നമാവും. ഈ സാധനം കൂവും കേട്ടാന്ന് പറഞ്ഞു ഒരു സിനിമക്ക്. ഈ സിനിമ എന്താണെന്ന് ഞാൻ പറയാനുള്ള കൂവും കേട്ടാന്ന്. തനിക്ക് തോന്നി ഞാൻ ഇപ്പൊ ഇറക്കി വിടും കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ എടപ്പള്ളി എത്തി, കൈരളി തീയറുണ്ട് തിയേറ്ററുണ്ട്, ഇപ്പൊ ഇറക്കി വിടും. ഞാൻ പറഞ്ഞു ഇറക്കി വിട്ടോ, എനിക്ക് ഇഷ്ടമാവാൻ ഞാൻ ഇഷ്ടമായില്ല തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞു. അത് തല്ലുപിടി നോക്കിയിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി. വാത്സല്യത്തിന് പോകുമ്പോഴാണ് ആ സിനിമ പിൽക്കാലപ്പോൾ ഷൂട്ട് ചെയ്ത് ഇറങ്ങി. സുഹൃത്തുക്കളെ, ഇതാണ് അൻസാർ കലാഭവൻ. ഇദ്ദേഹത്തിന്റെ ഏട്ടനൊക്കെ സംവിധായകനൊക്കെ ആയിരുന്നു. അൻസാർ കലാഭവൻ ഇദ്ദേഹം ഈ അടുത്തൊരു മാസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു ഇന്റർവ്യൂ നടത്തി. ഇദ്ദേഹം പറയുന്നത് മമ്മൂക്കയുടെ ഏതൊരു സിനിമയുടെ കഥ ഇദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത്ര അതിലത്തെ ഏതൊരു നിമിഷത്തിൽ നിങ്ങൾക്ക് നല്ല കൂക്കൽ കേൾക്കേണ്ടി വരും. മമ്മൂക്കയുമായിട്ട് അഗാധമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ നേരത്തെ കാലത്ത് മമ്മൂട്ടിയത്ത് ഇദ്ദേഹത്തെ നീപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമായിരുന്നു പല സ്ഥലത്തേക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് അതിലൊന്നും അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. പക്ഷെ ഇവർ പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില എന്താ പറയാ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇവർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മമ്മൂക്കയുമായിട്ട് ഭയങ്കര സൗഹൃദമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമല്ലേ. മമ്മൂക്കയുമായിട്ട് നല്ല സൗഹൃദമുണ്ട്, ആ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഏതോ ഒരു സമയത്ത് ഏതൊരു സിനിമയുടെ കഥ പറഞ്ഞപ്പോ ഈ അൻസാർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ പറഞ്ഞു അത്ര മമ്മൂക്ക ഈ ഒരു രംഗത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കൂക്കൽ കേൾക്കേണ്ടി വരും. ഇത് ആ സിനിമ പറയുന്നില്ലെന്നേ. എന്തായാലും ആ സിനിമ എന്താ പറയാ റിലീസായി. സിനിമ റിലീസായിട്ട് ആ ഒരു സീനില് അൻസാർ പറഞ്ഞ അതേ സീനിൽ തന്നെ മമ്മൂക്കയ്ക്ക് കൂക്കൽ കേൾക്കേണ്ടി വന്നു എന്നാ പറയുന്നത്. കേട്ടോ, ഇനി കേൾക്ക്. ചൂടാവും, അപ്പൊ ചൂടാവും. ഇഷ്ടമായില്ല എന്ന് പറയും. ഞാൻ പറയാം എനിക്കിഷ്ടമായില്ല, ഞാൻ സോറി എനിക്കിഷ്ടമായില്ല, അത് പ്രശ്നം അല്ല. അങ്ങനെ പ്രശ്നമാവും. ഈ സാധനം കൂവും കേട്ടാന്ന് പറഞ്ഞു ഒരു സിനിമക്ക്. ഈ സിനിമ എന്താണെന്ന് ഞാൻ പറയാനുള്ള തനിക്ക് തോന്നി ഞാൻ ഇപ്പൊ എടപ്പള്ളി എത്തി, കൈരളി തീയറുണ്ട് തിയേറ്ററുണ്ട്, ഇപ്പൊ ഇറക്കി വിടും. ഞാൻ പറഞ്ഞു ഇറക്കി വിട്ടോ, എനിക്ക് ഇഷ്ടമാവാൻ ഞാൻ ഇഷ്ടമായില്ല തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞു. അത് തല്ലുപിടി നോക്കിയിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി. വാത്സല്യത്തിന് പോകുമ്പോഴാണ് ആ സിനിമ പിൽക്കാലപ്പോൾ ഷൂട്ട് ചെയ്ത് ഇറങ്ങി. കറക്റ്റ് ആ സാധനം ആ ക്യാരക്ടർ വന്ന് ആ ക്യാരക്ടർ ഒരു സംഭവം പറയുന്നുണ്ട്. ആ പറയുമ്പോൾ ഭയങ്കര പോക്കായിരുന്നു. അന്ന് രാത്രി പുള്ളി എന്നെ വിളിച്ചു, ആ നീ പറഞ്ഞ ശരിയാണ്ട്, അത് ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ സമ്മതിക്കും, തെളിയിച്ചു കൊടുക്കുമ്പോഴേ. മനസ്സിലല്ലേ, അങ്ങനത്തെ ഒരു സിനിമയുണ്ടെന്നാ പറയുന്നേ. എന്റെ പ്രിയപ്പെട്ട അൻസാർക്ക് നിങ്ങൾ ആ സിനിമ ഏതാന്ന് പറയും. നിങ്ങൾ ആ ഒരു പ്രഡിക്ഷൻ അതിഗംഭീരമായ പ്രഡിക്ഷൻ അല്ലേ. ഇനി ഇത് മാത്രമല്ല, വേറൊരു പ്രഡിക്ഷൻ ഇദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. എവിടെയാത് സമ്മതിക്കില്ല. എനിക്കൊരു സ്ക്രിപ്റ്റ് താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞ ത്രെഡ് ഉണ്ട്, പറയാം വേണ്ട ത്രെഡ് ഒന്നും പറയണ്ട എന്ന് പറയും. നമുക്കത് പറയില്ല. അതായത് പുള്ളിയായിട്ട് സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ ഇന്നാളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഒന്നുമില്ലെങ്കിൽ വലിയ ഡയറക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത കുറെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറഞ്ഞ ഒരു കോണ്ടന്റ് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ആളെയൊക്കെ പുള്ളി ശ്രദ്ധിക്കും. പുതിയ ആളാണല്ലോ എന്നൊക്കെ ശ്രദ്ധിക്കും. അവന്റെ കുറെ ഇംഗ്ലീഷ് നല്ല വരുവാണെന്ന് തോന്നുന്നു. അവന്റെ താടിയും കുളിക്കാത്ത അവസ്ഥയെ കാണുമ്പോൾ പുള്ളി എന്തോ ഭയങ്കര ആളാണെന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്തവർക്ക് ഡേറ്റ് കൊടുക്കും. അങ്ങനെ രണ്ടു കൂട്ടർക്ക് പോയി. ഇത് എനിക്ക് എന്നെ സംബന്ധിച്ച് രണ്ടുമല്ലേ, ഞാൻ വലിയ ഡയറക്ടറും ഇല്ല. എങ്ങനെയുണ്ട്? ഇതാണ് മമ്മൂക്കയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറ്റവും മോശമെന്ന് ഞാൻ വിചാരിക്കും. ഇദ്ദേഹം പറയുന്നത് മമ്മൂക്കയ്ക്ക് ഡേറ്റ് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറയുന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പുതിയ ആളുകൾക്ക് ഇദ്ദേഹം കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ വലിയ ഡയറക്ടേഴ്സ് ആവണം, അവർക്ക് അവസരം കൊടുക്കുള്ളൂ എന്നാ മമ്മൂക്ക ചെയ്യുന്നുള്ളൂ എന്ന് ഇദ്ദേഹം പറയുന്നേ. എനിക്ക് അൻസാറൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, നിങ്ങൾ എന്താ പറഞ്ഞു വയ്ക്കുന്നത്? മമ്മൂക്കയുടെ മുമ്പിൽ ആരെങ്കിലൊക്കെ രണ്ട് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം അങ്ങോട്ട് വീണു പോകുന്ന അമ്മാതിരി പൊട്ടനാണോ മമ്മൂക്ക? അജ്ജാതി മൊയന്താണോ മമ്മൂക്ക? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഏതെങ്കിലും പുതിയ രണ്ട് സംവിധായകർ വന്നിട്ട് കോണ്ടന്റ് എന്നും ഡിറക്ഷൻ എന്നുള്ള വാക്കുകളൊക്കെ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ട് വീണിട്ട് എന്നാ ശരി നിങ്ങളെ സിനിമ ഞാൻ ചെയ്തോളാട്ടാ എന്ന് പറയാൻ മാത്രം മൊയന്താണോ നിങ്ങൾ? അങ്ങനെ അങ്ങോട്ട് മമ്മൂക്കയെ ഇകഴ്ത്തല്ലേ. ഇമ്മാതിരി തകർച്ച വർത്തമാനമൊന്നും മമ്മൂക്കയെ കുറിച്ച് പറയില്ലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് നല്ല സുഹൃത്താണെങ്കിലും നിങ്ങൾ ഈ പറയുന്നതിൽ ഭയങ്കര അധികം എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നേ. അതുകൊണ്ടാണ് ഇമ്മാതിരി സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള വർത്തമാനങ്ങളൊക്കെ പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. നല്ല ഡയറക്ടേഴ്സിന് കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. ഇനി ശരി, നമുക്ക് ഇതിനെ പോസിറ്റീവായി കൂടി എടുക്കാം. ഇദ്ദേഹം എന്താ പറഞ്ഞേ, പുതുതായിട്ട് വരുന്ന ആൾക്കാർ ആരായാലും അവർക്ക് ഡേറ്റ് കൊടുക്കും, നല്ല കാര്യമല്ലേ. മമ്മൂക്കയാണ് നമ്മുടെ മലയാളത്തില് ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ, അങ്ങനെ തന്നെ കേട്ടോളി, പുതുമുഖ സംവിധായകരെ നമ്മുടെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ഏക മനുഷ്യൻ അത് മമ്മൂക്കയാണെന്നേ. അത്രയധികം സിനിമാക്കാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. വേറെ ആരങ്ങനെ ചെയ്തിട്ടുണ്ട്? അത് ഇദ്ദേഹം പറയുന്ന പോലെ 4 ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാണോ?
അല്ലെന്നേ, ലാൽ ജോസ് ഒക്കെ എന്ത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആദ്യ സിനിമയിൽ നായകനായത് അല്ലേ? ലാൽ ജോസിന്റെ ആദ്യ സിനിമയിൽ നായകൻ മമ്മൂക്കയാണ്. എന്ത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങനെ നായകനാക്കി? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിന് മൂന്നാമത്തെ സിനിമ എന്ന് വിചാരിക്കാം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 1-2 സിനിമകളൊക്കെ ചില ആളുകളുടെ ആദ്യ സിനിമയാണ്. റൊഷാക്ക് ആദ്യ സിനിമകളാണ്. ഒരു മടിയും കൂടാതെ. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഡേറ്റ് കൊടുത്തത്? നന്നായി കഥ കേൾക്കാനുള്ള സെൻസ് ഉള്ളതുകൊണ്ട്, നമ്മളെല്ലാം ചിന്തിക്കുന്നതിനപ്പുറത്ത് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട്, നമ്മളെല്ലാം വായിക്കുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും പുതിയ നോവലുകൾ, പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, കവിതകളൊക്കെ വായിക്കുന്ന ഒരാളായതുകൊണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ തലമുറയുടെ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര സിനിമകളൊക്കെ സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതൊന്നും ഈ ചങ്ങാതിക്ക് മനസ്സിലായിട്ടില്ല. കുറെ കാലം ഒരുമിച്ച് ഉണ്ട് നടന്നൊരു ചങ്ങാതിയാണ് അത്ര. പക്ഷെ ഇതൊന്നും അവർക്ക്, ഈ ഒരു പാവ മനുഷ്യന് മനസ്സിലായിട്ടില്ല. എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല മമ്മൂക്കയുടെ അടുത്തേക്ക് എത്താൻ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഇമ്മൊരു തള്ളുകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ, അടുത്ത ദിവസം കാണാം.